വീട്ടുവളപ്പിൽ നിന്ന് പിടികൂടിയ അണലിപ്പാമ്പ് പ്രസവിച്ചു. 50ഓളം കുഞ്ഞുങ്ങൾ. ചേർത്തലയ്ക്കടുത്ത പട്ടണക്കാടാണ് സംഭവം. പട്ടണക്കാട് പാറയിൽ തമ്പിനാരായണൻ്റെ വീട്ടിലാണ് 1.5 മീറ്ററോളം നീളമുള്ള അണലിപ്പാമ്പ് പ്രസവിച്ചത്. കുത്തിത്തോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മോളി സൂണാനന്ദൻ്റെ പറയകാട്ടിലെ വീട്ടിൽ നിന്ന് ശനിയാഴ്ചയാണ് ഗർഭിണിയായ അണലിപ്പാമ്പിനെ പിടികൂടി തമ്പിനാരായണൻ സ്വന്തം വീട്ടിലെത്തിച്ചത്. തിങ്കളാഴ്ച രാവിലെ മുതൽ പ്രസവിച്ചു തുടങ്ങി. 50ഓളം കുഞ്ഞുങ്ങളെ ഇതിനകം പ്രസവിച്ചെന്ന് തമ്പിനാരായണൻ പറയുന്നു. അതിൻ്റെ ശരാശരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ളവർ പറയുന്നത് 70-80 കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ശരാശരി പ്രസവം. പിന്നെ ആ പ്രസവിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈ ഉപ്പനും കാക്കയും അങ്ങനെയുള്ള പക്ഷികളൊക്കെ കൊണ്ടുപോകും. കുറച്ചൊക്കെ വേറെ എന്തെങ്കിലും തരത്തിൽ മരിച്ചു പോകും. പക്ഷെ ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ ആ ഭാഗത്തൊക്കെ തന്നെ ജീവിക്കും. ആ ജീവിച്ചു വലുതാകുന്നതാണ്. ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ തുറവൂർ TD ഭാഗം അവിടെ നിന്ന് വടക്കോട്ടും തെക്കോട്ടും എല്ലായിടത്തും അണലിയാണ്. എനിക്ക് 2 മണി രാത്രിക്ക് വരെ പോയി പിടിക്കേണ്ടി വരുന്ന ഒരു ഗതി സമയം ഇതുണ്ടായിട്ട്. പക്ഷേ എപ്പോൾ വിളിച്ചാലും ഞാൻ പോകും, അത് കാര്യം വരെ. അപ്പോൾ അവിടെ നിന്ന് അതിനെ പിക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഫോറസ്റ്റുകാർ വരാൻ വേണ്ടി പാമ്പിനെ കൊടുക്കാൻ വേണ്ടി ഇരുന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ പ്രസവിച്ചു തുടങ്ങിയ ഫോറസ്റ്റിനെ പ്രത്യേകിച്ച് അറിയിക്കാറില്ല. അവർ എല്ലാ ആഴ്ചയിലും വന്ന് കളക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പ്രസവിച്ച കാരണം ഞാൻ എല്ലാ RRT ഓഫീസിലേക്കും വിളിച്ചറിയിച്ചു. അപ്പോൾ അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 വർഷമായി പാമ്പുകളെ പിടിക്കുന്നയാളാണ് തമ്പിനാരായണൻ. ആദ്യമായിട്ടാണ് പിടികൂടിയ അണലി പ്രസവിക്കുന്നത്. 80ഓളം കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്നും വനം വകുപ്പിന് ഇവ കൈമാറുമെന്നും തമ്പിനാരായണൻ പറഞ്ഞു.